ദുബായ് ഗവൺമെൻറ്റിൻ്റെ എക്സ്പോ വോളണ്ടിയേഴ്സിനോടുള്ള സ്നേഹം ഇതുവരെ തീർന്നിട്ടില്ല കേട്ടോ. ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം നമ്മളൊരു മെഡലും കൂടി തരാൻ വിളിച്ചിരിക്കുക കേട്ടോ. ബാ, അങ്ങനെ നമ്മൾ വീണ്ടും ഇവിടെ ഹൗസ് ഓഫ് വോളണ്ടിയേഴ്സിൽ എത്തി. അവിടുന്ന് സാധനം കളക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ഒരു പഴയ മെമ്മറീസൊക്കെ ഒന്നും കൂടി റീകോൾ ചെയ്യാൻ കരുതി ഇതിനകത്തേക്ക് ഒന്ന് കയറിയതാണ്. ഒന്ന് കണ്ടിട്ട് വരാം. ബാ, എക്സ്പോസിറ്റ് പഴയ പോലെ തന്നെ ഉണ്ട് കേട്ടോ. പണ്ടത്തെ പോലെ ടിക്കറ്റ് എടുത്ത് കയറൊന്നും വേണ്ട, നമുക്ക് നേരെ ചെന്ന് അവിടെയൊക്കെ കറങ്ങി വരാം. അതിൽ കുറച്ച് പവലിയൻസ് മാത്രമുണ്ട്, അവിടെ മാത്രം കയറാൻ നിങ്ങൾ കാശ് കൊടുത്താൽ മതി. പവലിയൻ്റെ പുറത്ത് കണ്ടോ എല്ലാ രാജ്യങ്ങളുടെ പേരും ഉണ്ട്. അതായത് എക്സ്പോ 2020 വന്ന എല്ലാ രാജ്യങ്ങളുടെയും എല്ലാ പവലിയൻസിൻ്റെ പേരും അവിടെ എഴുതി വെച്ചിട്ട് അത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ. പിന്നെ നമ്മളെ ഷെല്ലാലും അതായത് വാട്ടർഫോൾസും അതുപോലെ നമ്മൾ ഏറ്റവും മുകളിൽ കയറിയിട്ട് എക്സ്പോ സിറ്റി മൊത്തം കണ്ടിരുന്ന ഗാർഡൻ ഇൻ ദ സ്കൈയും എല്ലാം അതുപോലെ തന്നെ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ വളരെ കുറച്ച് പവലിയൻസ് ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ടെങ്കിലും അവിടെ ഒന്നും കയറാനൊരു ഓപ്ഷനും ഇല്ല. നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെ കുറച്ച് പവലിയൻസ് ഇപ്പോഴും അവിടെ തന്നെ